തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകി അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. നിർണായകമായി തെളിവെടുപ്പ് ഇന്ന് നടക്കും. കുട്ടിയുടെ അമ്മ ശ്രീധുവിന് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷിക്കും. കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വിവരങ്ങളുമായി കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എപ്പോഴാണ് ഈ അമ്മാവനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക? തെളിവെടുപ്പ് എപ്പോഴാകും? ജയലക്ഷ്മി, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് പ്രതിയായിട്ടുള്ള ഹരികുമാറിന്റെ അറസ്റ്റ് കോടതി രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ടിന് മുമ്പ് കോടതിയിൽ ഹാജരാക്കിയാൽ മതിയാകും. ഏതായാലും അതിനു മുമ്പ് നിർണായകമായ തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളേറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഇതൊരു വൈകാരിക വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയതിനു ശേഷമായിരിക്കും പോലീസ് ഒരുപക്ഷെ തെളിവെടുപ്പിന് മുതിരുക. പ്രത്യേകിച്ചും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രതിയെ കോടതിക്ക് ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു തീരുമാനം എത്തുക എന്നതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും 10 മണിയോടുകൂടി SP ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അതിനുശേഷം മാധ്യമങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം കാണുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച്, ഇതുവരെയുള്ള പോലീസ് കണ്ടെത്തലുകളെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുമെന്ന് കരുതുന്നു. ഒപ്പം ഈ ശ്രീധുവിനെ, അമ്മയായ ശ്രീധുവിനെ പ്രതി ചേർക്കുന്നതിന് ഇപ്പോൾ ഏതായാലും പോലീസിന് കഴിയുന്നില്ല. കാരണം ഈ കൊലപാതകവുമായി നേരിട്ട് ശ്രീധുവിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പോലീസിന് കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ തെളിവ് ശേഖരണം കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആ നടപടികളിലേക്കൊക്കെ ഒരുപക്ഷെ നീങ്ങുക. വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് വീണ്ടും ശ്രീധുവിനെയും അതോടൊപ്പം തന്നെ മുത്തശ്ശിയെയും ഒക്കെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് അംഗം KM സുനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതുവരെയുള്ള പോലീസ് അന്വേഷണം വളരെ തൃപ്തികരമാണ്. കാരണം ഈ വിഷയം അറിയുമ്പോൾ തന്നെ അവർ വളരെ ഉണർന്ന് പ്രവർത്തിച്ചു. ഞങ്ങളുടെ നാട്ടുകാർക്കുള്ള പ്രതീക്ഷയേക്കാൾ അപ്പുറത്ത് വളരെ ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് കാര്യങ്ങൾ എത്തിയെന്നതിൽ ഞങ്ങൾക്ക് നല്ല തൃപ്തിയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കേൾക്കുന്നതിൽ, അതായത് ഈ ഹരികുമാറിൽ മാത്രം ഒതുക്കുന്നതിൽ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. കാരണം ഹരികുമാറിൻ്റെ ജനനം മുതലുള്ള ചരിത്രം ഞങ്ങൾക്കറിയാം, നന്നായിട്ടറിയും, നാട്ടുകാർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായി ഹരികുമാറിന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾ പരമാവധി വിശ്വസിക്കുന്നു ഇപ്പോഴും. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു, ശ്രീധു ഇതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ്. ശ്രീധു എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് രാഗിണി എന്ന കലയ്ക്ക് നന്നായിട്ടറിയാം. അതല്ലാതെ അവിടെ ഒരു വിഷയം ഉണ്ടാകത്തില്ല. അത് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഇന്നലെ രാഗിണിയെ ഈ ശ്രീകലയെ ഇന്നലെ വിട്ടപ്പോൾ തന്നെ നാട്ടുകാർക്കിടയിൽ ചെറിയ അസ്വാരസ്യങ്ങളുണ്ട്. കാരണം കുറ്റത്തിന് കൂട്ടുനിന്ന പ്രതിയെ പോലീസ് വിട്ടിരിക്കുന്നു, ഏതടിസ്ഥാനത്തിലെന്നറിയില്ല എന്നാണ്. അപ്പോൾ അതിലൊരു വൈകാരികമായ ഒരു വിഷയമുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോഴും പറയുന്നത് ഹരി ഇത് അവസാനം ഏറ്റതാണ്, ഹരിയെ കൊണ്ട് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഈ കുഞ്ഞിനെ എടുത്തെറിയണമെങ്കിൽ പോലും ശ്രീധു അറിയാതെ കുഞ്ഞിനെ എടുത്തെറിയാൻ ഹരിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഇന്നലെയുള്ള പിഴവൊന്നും കാണുന്നില്ല. പക്ഷേ പിന്നെ ഇപ്പോൾ കേൾക്കുന്നതിൽ അല്ലറ ചില്ലറ അസ്വാരസ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഈ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ പോലീസ് അന്വേഷണത്തിൽ ഈ ശ്രീധുവിനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ പോലും പലതരത്തിലുള്ള മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീധു പറയുന്ന ഒരു കാര്യമായിരുന്നു, ഹരികുമാർ പറയുന്ന മറ്റൊരു കാര്യം, അതോടൊപ്പം തന്നെ ഭർത്താവായിരുന്ന ശ്രീജിത്ത് പറയുന്ന മറ്റൊരു കാര്യം. അങ്ങനെ മൊഴികളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇന്നലെ തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആ ശ്രീധുവിലേക്ക് നേരിട്ട് ഈ കൊലപാതകം കണക്ട് ചെയ്യുന്ന തെളിവുകൾ പോലീസിന്, അത്തരത്തിലുള്ള മൊഴികളൊന്നും തന്നെ പോലീസിന് കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഫോൺ രേഖകൾ പരിശോധിച്ചെങ്കിലും അതിനൊന്നും വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീധുവിനെ മഹിളാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വീണ്ടും തുടർ ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ പ്രതി ചേർക്കുന്നതിനെ പറ്റി പോലീസ് ആലോചിക്കും. ഏറ്റവും പ്രധാനം ഇന്ന് നിർണായകമാകുന്നത് തെളിവെടുപ്പ് തന്നെയായിരിക്കും. കാരണം ഈ കേസ് കോടതിയിലെത്തുമ്പോഴേക്കും അത് മുന്നോട്ട് പോകണമെങ്കിൽ, ഈ കേസിന് ബലം കിട്ടണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. അതിൽ പ്രധാനം ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. മുങ്ങിമരണമാണ്, അതായത് ജീവനോടെ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണ് എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിവരയിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് തെളിവെടുപ്പ്, മറ്റ് ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ വേണ്ടി കഴിയുക. അത് തന്നെയായിരിക്കും തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകവും. ശ്രീധുവിനെയും അവരുടെ അമ്മയെയും ഒക്കെ ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്, അല്ലേ സ്റ്റെഫിൻ? കാരണം അവരിലേക്ക് എത്താനുള്ള കൂടുതൽ തെളിവുകൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ജയലക്ഷ്മി, കാരണം ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ അവരെ ചോദ്യം ചെയ്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ളൊരു തുമ്പ് ശ്രീധു ഈ കൃത്യം നടത്തി, അല്ലെങ്കിൽ ശ്രീധുവിന് പങ്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ കാര്യം അറിഞ്ഞിട്ടും മറച്ചു വെച്ചു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മൊഴികൾ ഹരികുമാറിൽ നിന്നോ മുത്തശ്ശിയിൽ നിന്നോ അതോടൊപ്പം തന്നെ
ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീത്തിൽ നിന്നും ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ എടുത്ത് പോലീസ് പരിശോധിച്ചു. അതിലും അസ്വാഭാവികമായി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് ശ്രീധുവിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഒരുപക്ഷെ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവരെ മഹിളാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നതും. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ കിട്ടുകയാണെങ്കിൽ വീണ്ടും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് ഒരുപക്ഷെ നീങ്ങാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ തെളിവെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നിർണായകമായ ഒരു തെളിവെടുപ്പായിരിക്കും ഇന്ന് നടക്കുക. പ്രത്യേകിച്ചും ആ തെളിവെടുപ്പിനിടെ എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരങ്ങൾ ഹരികുമാറിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അതും ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവാകും. ശ്രീധുവിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു തെളിവുകൾ, തുമ്പുകൾ, മൊഴികൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ പോലീസ് അത് കേന്ദ്രീകരിച്ച് പിന്നീട് അന്വേഷണം നടത്താനൊക്കെ ആയിരിക്കും പോലീസിൻ്റെ ഒരു നീക്കം. ഇന്നലെ ഏതായാലും സംസ്കാര ചടങ്ങിനടക്കം എത്തുമ്പോൾ വലിയ വൈകാരികമായിട്ടാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ ഈ വിഷയത്തെ കാണുന്നത്. പ്രത്യേകിച്ചും 2.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് ജീവനോടുകൂടി ആ കിണറ്റിൽ എറിഞ്ഞ് കൊന്നത്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിന് പോലീസ് പ്രതിയെ കൊണ്ടുവരുമ്പോൾ അതീവ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അതൊക്കെ കൊണ്ട് ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കുറച്ചുകൂടി കഴിഞ്ഞ് SP-യുടെ വാർത്താ സമ്മേളനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ പ്രതീക്ഷിച്ചാൽ മതിയാകും. കാരണം